6 6 ഒരു സെറ്റാണ് കേട്ടോ ഇതിങ്ങനെ. ബോഡി ഷേമിങ് ചെയ്തു ഞാൻ ഹൈറ്റ് ഇല്ലാതെ. അപ്പൊ ഞാൻ പറയായിരുന്നു നമ്മളെ ഹൈറ്റ് ഒക്കെ നമുക്ക് തരുന്നത് പഠിച്ചോളാം. എത്ര ഉയരം തരുന്നത് നിന്റെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല അല്ലല്ലോ. ഒട്ടിക്കണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ കത്തിങ്ങനെ വെച്ചാൽ കത്തിങ്ങനെ നിൽക്കും. മോളിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. ഈ ടോപ്പ് ഇത് ഞാന് ആമസോണിൽ നിന്നാണ് തോന്നുന്നുണ്ട് വാങ്ങിച്ചേട്ടാ. നല്ല അത്യാവശ്യം ഇറക്കം ഉണ്ട്, സ്ലീവും ഉണ്ട്, നല്ലൊരു റയോൺ ഒരു കോട്ടൺ നല്ല മെറ്റീരിയൽ. ആ സോഫ്റ്റ് ഉണ്ട്, പഞ്ഞി പോലെ ആയിണ്. ഇഷ്ടം അതാ പറഞ്ഞു. ഇങ്ങനെ അവനെ കൊണ്ടാക്കിട്ട് ഒരുമിച്ച് പോയിട്ട് ആ പാന്റ് തന്നെയല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് പരിപാടികളുള്ള ദിവസമാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോവാണ്ട്. എന്താ പതുക്കെ പറയണോ, നാളെ August 15th അസുകുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവൻ്റെ 13 ആവാൻ പോവാണ്. അപ്പം വോയിസ് ഓവർ കൊടുക്കാതൊക്കെ നല്ലത്. അപ്പോഴേ ഇപ്പം അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ അസു കേൾക്കും. അസു താഴെ ഉണ്ട്. ഇന്ന് അവന് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. ഇസുക്ക് രാവിലെ ആട്ടോ എക്സാം. അവൻ എക്സാമിന് പോയി. അപ്പോൾ എന്തായാലും നാളെ August 15th അസൂട്ടിൻ്റെ 13th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അവന് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗിഫ്റ്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണം. അതിന് മുന്നേ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ പുസ്തകങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കുന്ന ശീലമില്ല എന്നുണ്ടെങ്കിൽ ആ ശീലം ഒന്ന് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അതൊരു നല്ല രസമുള്ളൊരു കാര്യം, നമുക്ക് ഒരു സന്തോഷം കിട്ടുന്ന കാര്യം. ഒരു ബുക്ക് വായിച്ച് കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഈ ബുക്കുകളെക്കാളും ഇഷ്ടം കുറച്ച് നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഫിക്ഷണൽ ആയിട്ടുള്ള, അതായത് കഥകളുള്ള പുസ്തകങ്ങളും ഉണ്ട്. കാരണം ഈ വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനത്തത് കൂടി കുറച്ച് വാങ്ങിക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ സൂഫിസം ബേസ്ഡ് ബുക്സിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ് കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്, അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും ഉണ്ട്. പുസ്തകം വായിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. നിങ്ങൾ വായനാശീലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു പുസ്തകം ഒന്ന് വാങ്ങിച്ച് ഫുള്ള് വായിച്ച് തീർത്ത് വെക്കും. അപ്പോൾ മനസ്സിലാവും. അതിനിടയിൽ കൂടെ എനിക്കിതുപോലത്തെ കുഞ്ഞ് എഴുതുന്ന ശീലമുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. എനിക്കിങ്ങനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കളർ ചെയ്യുന്ന ഡൂഡിൽ ആർട്സിൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ കളർ ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ആകെ ഒരു റിലാക്സ്ഡ് ആയിരിക്കും. അതായത് നമുക്ക് ഈ ഫാമിലി, കുട്ടികൾ, നമ്മളെ വീട്ടുജോലികൾ, നമ്മളെ മറ്റുള്ള ജോലികൾ എല്ലാം കാരണം നമ്മൾ ആകെപ്പാടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തിരക്കിട്ട് ആകെ അവിയൽ വരുമായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മൾ മാത്രമായിട്ടിരിക്കുമ്പോൾ അതൊരു സുഖമാണ്. അപ്പോഴുള്ള നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനൊരു പുതിയ എനർജി ഉണ്ടാവാം. ഇഷ്ടമല്ലാത്തത് ഇംഗ്ലീഷിൽ ഫുൾ മാർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് മിഡ് ടൈമിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് എക്സാം മാർക്ക്? ഫുൾ മാർക്ക് പിന്നെന്താ? പോയിട്ട് കുറച്ച് ഗിഫ്റ്റും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. എൻ്റെ കമ്മൽ രസമുണ്ടോ? ഞാൻ ഇങ്ങനത്തെ കമ്മൽ അധികം യൂസ് ചെയ്യാറില്ല. ഒന്നില്ലെങ്കിൽ ഭയങ്കര ഹാങ്ങിങ്സ് ആണ് ഇടുക, അല്ലെങ്കിൽ കമ്മലിടൂല കേട്ടോ. താങ്ക് യു ബേബി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് സ്റ്റഡുകൾ വാങ്ങിച്ചായിരുന്നു. ഇത് ഓൺലൈൻ അല്ല, അതുകൊണ്ട് ലിങ്ക് ഇല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഈ ടോപ്പ് ഞാൻ ഇതിന്റെ മുന്നേ കാണിച്ചിട്ടുണ്ട്. ജീൻസിൽ ഇരുന്ന കുറച്ച് ഇറക്കുള്ള തരത്തിലുള്ള ടോപ്പ് കാണിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ കുറച്ച് ഇറക്കുള്ള ടോപ്പാണ്. മുടി വാരിയിട്ടില്ലല്ലോ, ഇങ്ങനത്തെ സ്റ്റൈലാണ് ചപ്രപ്ര. ഞാൻ നല്ല വാരും എനിക്കന്നെ ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ ചീർപ്പിട്ട് നല്ല മേലൊക്കെ ഒതുക്കി ഗോപുകുട്ടനെ അങ്ങോട്ട് ഞാൻ വിടുള്ളൂ. പക്ഷെ അത് ഓട്ടർഷക്കാർ ഓല് ശരിയാക്കിണ്ടാവും. ഈ ടോപ്പ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് തോന്നുന്നുണ്ട് വാങ്ങിച്ചേട്ടാ. നല്ല അത്യാവശ്യം ഇറക്കമുണ്ട്, സ്ലീവും ഉണ്ട്, നല്ലൊരു റയോൺ ഒരു കോട്ടൺ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഉള്ളൊരു ടോപ്പ് ഇടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ക്ലിനിക്കിലേക്ക് പോവാണ്ട്. ഡെന്റലിന്റെ ഈ ബാഗ് എനിക്ക് കുഞ്ഞുമോള് ഗിഫ്റ്റ് തന്നൊരു ബാഗ് ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ലിങ്ക് ചോദിച്ചു, ഇതിൻ്റെ ഒന്നും ലിങ്ക് ഇല്ല. ഓക്കെ, ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഇത് പോണ വഴിക്കോടെ കൊടുക്കണം. കുറച്ചധികം ചുരിദാറുകളുണ്ട്.
ഇപ്പോൾ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങൾക്കൊന്നും ലിങ്ക് ഉണ്ടാവില്ല, കാരണം ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ കിച്ചണിലേക്ക് ഞാൻ അന്ന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിച്ചില്ലേ, അത് കാണിച്ചു തരാം കേട്ടോ. അതിനൊക്കെ ലിങ്കും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനുള്ളത് സുഡിയോയിലാണ്. എന്താ ഇപ്പം അവന് ഗിഫ്റ്റ് മേടിക്കാൻ ഞാൻ കുറേ ആലോചിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് നാൾ ഞാൻ ഓർഡർ ചെയ്തിരുന്നു, അതാണെങ്കിൽ നാളത്തേക്ക് വരില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ പെട്ടെന്ന് ഹൈറ്റൊക്കെ, അവൻ്റെ പപ്പൻ്റെ ഒക്കെ പോലെയല്ലേ, പെട്ടെന്ന് ഹൈറ്റും ഒക്കെ വെക്കുന്നതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല ടീഷർട്ട്സുകൾ വാങ്ങിച്ചു. സുഡിയോയിലാകുമ്പോൾ നല്ല കളക്ഷൻ ഉണ്ടാവും. അതുപോലെ പാൻറ്റ്, പിന്നെ ഷൂ, അതൊക്കെ വാങ്ങിച്ചു. കൂട്ടത്തിൽ നമ്മൾ ചെറുതിനും കുറച്ച് ടീഷർട്ട്സൊക്കെ വാങ്ങിച്ചു, അതുപോലെ എനിക്കും വാങ്ങിച്ചു കേട്ടോ. ഇവൻ്റെ പോലെ തന്നെ അവന് വേണം അങ്ങനെയൊന്നുമില്ല, നാളെ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവനക്കാണ് സ്പെഷ്യൽ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ ആകുമ്പോഴേ കുട്ടികൾക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇയാൾക്ക് മേടിക്കുന്ന എല്ലാം അയാൾക്ക് വേണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ഭയങ്കര പാടാണ്. ഇസുവിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഇസുക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കും, അസുവിൻ്റെ ആണെങ്കിൽ അസുക്ക്. ആർക്കാണോ എന്താണോ ആവശ്യം ആ ആളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കും അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ നമ്മുടെ ഗരുഡ മാളിൽ നെസ്റ്റോയിൽ അവിടെ പോയിട്ട് അസുക്ക് ഒരു വാച്ച് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെ വരെ വന്നാൽ നമ്മുടെ നെസ്റ്റോയിൽ കയറാതെ പോകാൻ പറ്റും. ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ചായി ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട്, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. നെസ്റ്റോയിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ആരാണോ ഷോപ്പ് ചെയ്യാൻ പോകുന്നത് അവർക്കറിയാം, ഒന്നുമില്ലെങ്കിലും നമ്മൾ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടും. ഞാനും ആ ഒരു സ്റ്റേജിലായിരുന്നു കേട്ടോ അവിടെ. ആക്ച്വലി ഞാൻ പോയത് നമുക്ക് കുറച്ച് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ജാസിക്കുട്ടി കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത്. പക്ഷേ അവിടെ പോയാൽ ഞാൻ പിന്നെ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടി. നല്ല ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ വാങ്ങിച്ചു, അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ അടുത്ത വ്ളോഗിൽ. അങ്ങനെ ബർത്ത്ഡേൻ്റെ പേരിൽ ഒരു വണ്ടി നിറച്ച്, ഐ മീൻ ഒരു ഓട്ടോ നിറച്ച് സാധനങ്ങളുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഈ എപ്പോഴും മേടിക്കുക എന്നാണ് പറയുന്നത്, അങ്ങനെ ഒരു വാക്കേ ഇല്ല ശരിക്കും അല്ലേ, വാങ്ങിക്കുക. പക്ഷെ ഇത് പറഞ്ഞ് ശീലമായിട്ട് സാധനം മേടിച്ചു എന്ന് എപ്പോഴും പറയുന്നത്. അപ്പം ഞാൻ ഒരുപാട് ബർത്ത്ഡേക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അല്ല, ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇതൊന്നും അല്ല, അത്യാവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും മേ ബി. അതായത് പക്ഷേ ഫേസ് വാഷ്, ബോഡി വാഷ്, ഷാമ്പൂ, ഇതൊക്കെ നമുക്ക് വേണ്ട. മാഗി അയ്യോ മസ്റ്റാണ്. മിൽക്ക് മെയ്ഡ് പിന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ്, ന്യൂട്ടല്ല, ചിലതൊക്കെ ഒഴിവാക്കാം എന്നാലും. എന്തായാലും അസുവിൻ്റെ ഗിഫ്റ്റ്സൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വന്നപ്പോൾ ഈവനിങ് ആയിട്ട് പിന്നെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നു അസുഖമൊക്കെ. പിന്നെ ഗിഫ്റ്റൊക്കെ അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് പാക്ക് ചെയ്യാനുണ്ട്, ഒന്ന് മയങ്ങിയാണ്. അപ്പം എന്തായാലും ഇന്ന് രാത്രി 12 മണിക്ക് അങ്ങനെ സർപ്രൈസ് കൊടുക്കുക അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ആരും വരില്ല എന്നൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ നാളെ കൊടുക്കുക സർപ്രൈസ്. അസുട്ടിൻ്റെയും എൻ്റെ നാത്തും കുഞ്ചൂസിൻ്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ് കേട്ടോ. ആഗസ്റ്റ് 15 രണ്ടാളും ജനിച്ചു. അപ്പം എന്തായാലും രാത്രിത്തിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണം അസു കാണാതെ മോളിൽ പോയിട്ട് എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ഞാൻ കിച്ചണിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത്, ആ ബാക്കിലിരിക്കുന്ന ആ പാത്രങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് സാധനങ്ങളിലൊക്കെ അത് അന്ന് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബർഗർ ഉണ്ടാക്കാനുള്ള പാക്കിങ് കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത് ഉണ്ടാക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ അന്ന് അൺബോക്സ് ചെയ്ത കിച്ചണിലത്തെ ഐറ്റംസ് ഇല്ലേ, അത് കണ്ടോ കേട്ടോ. എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അതൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ ഐറ്റംസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. സാധനം മൊത്തത്തിൽ താഴ്ത്തിയാൽ മതി. പരീക്ഷയും ഒക്കെ വന്നിട്ട് ഇതന്നല്ലേ പണി. എല്ലാവരും വീട്ടിൽ ഇതന്നെയല്ലേ അവസ്ഥ. പഠിച്ചോ മോനെ ഇടക്കിടക്ക് പറയണ്ടേ. ഓക്കെ, ഓരോന്നിലും എന്താ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. പിന്നെ തുറക്കുമ്പോഴാണ് അതായിരുന്നു അതുപോലെ ഇതെന്തായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത്. ഇത് നമ്മളെ വീട്ടിലുള്ള പോലെ തന്നെ ജാറാണ് കേട്ടോ, വലിയ ജാറ. ഞാൻ ചെറുത് വാങ്ങിക്കണം എന്നാണ് വിചാരിച്ച്, ഇത് വീണ്ടും വലിയൊരു ജാറുകളാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടില് ഉള്ള പോലെ ഇങ്ങനെ സെറ്റ് ആയിട്ട് ആറെണ്ണുള്ള സെറ്റാണ്. അതായത് മീഷോ വന്ന സമയത്ത്, അതായത് നമ്മളൊരു 3-4 വർഷം മുന്നേ അന്നാണ് വാങ്ങിച്ചാണ് ഈ ജാറുകളൊക്കെ. ഇപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് മുഴുവൻ അത് തന്നെയാണ് കേട്ടോ. ഇതിപ്പോ ഇത്രയും അവിടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ജാറുകൾ മുഴുവൻ വലിയ ജാറുകളാണ്, സെയിം ആണ്. നോക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ മുഴുവൻ എടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു 6 സെറ്റ് ജാറുകളുണ്ട്. അടുത്തത് നമുക്ക് ഇത് ഇങ്ങനത്തെ 3 ജാറുകൾ വാങ്ങിച്ചാണ്. ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി, അങ്ങനെ 3 എണ്ണം ഇടാൻ വേണ്ടിട്ട് കേട്ടോ.
ഇങ്ങനത്തെ മൂടിയാട്ടോ ഇതിന്. ഇങ്ങനെ ടീ എഴുതിയിട്ടുണ്ട്. അത് ഇത് ടീ എഴുതിയിട്ടുണ്ട്. നല്ല പാത്രം. ഇത് കോഫി എന്നാണ് എഴുതിയിരിക്കണം. നമ്മൾ കോഫിയിൽ ഇടാം. ഒന്നിൽ ടീ, ഒന്നിൽ ഷുഗർ, പിന്നെ ഒന്നിൽ പാൽപ്പൊടി. മൂന്നെണ്ണം ഇടാനാണ് വിചാരിച്ചത്. ഇതൊരു മെറ്റലാണ്, ടീനിന് പോലെ ഒരു വുഡൻ ടോപ്പും. നമുക്ക് ഇങ്ങനെ ടീ ഷുഗർ ഇതിന് വേണ്ടിയിട്ട് മേടിച്ചാണ്. ഒരു സെന്റിൽ കൊള്ളാം. നല്ല 3 പാത്രം. നെക്സ്റ്റ് നോക്കാം. അടുത്ത് നമ്മൾ ഇത് എന്തായിരുന്നു നോക്കാൻ സുലുവിന്റെ വീട്ടില് ഉണ്ടായിരുന്നു. ഷായിത്താന്റെ വീട്ടിലുണ്ടോ ഓർമ്മല്ല. സുലുവിന്റെ വീട്ടിൽ കണ്ടിട്ട് വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം ഓർഡർ ചെയ്യണം. ഇത് നമ്മളിങ്ങനെ വാളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്തിയൊക്കെ എവിടെയെങ്കിലും ജസ്റ്റ് വെച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഈ സാധനം. ഇതിന്റെ പേരെന്തായിരിക്കും? നൈഫ് ഹോൾഡറോ? പേര് കാണാനില്ല, അതാണത്. ഇനി ഇതിലെന്തായിരിക്കും? ഇത് ഇങ്ങനത്തെ പാത്രങ്ങൾ കേട്ടോ. ഫ്രിഡ്ജ് ബോട്ടിൽസ്. ഫ്രിഡ്ജിൽ നമുക്ക് സാധനങ്ങളൊക്കെ ആക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ ജാറ്, ഇങ്ങനത്തെ പാത്രങ്ങളാണ്. കണ്ടെയ്നേഴ്സ്, ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സ്. ഇതുപോലത്തെ കണ്ടെയ്നറുകളാണ്. കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതിന് വേണ്ടിട്ട് 6 ഒരു സെറ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നേഴ്സ്. ഇതിനൊന്നും അത്ര വിലയൊന്നുമില്ല. ഇത് പിന്നെ ഞാൻ ഇന്ന് മോർണിംഗിൽ ഇട്ടില്ലേ ഒരു ഏപ്രൺ, ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ അത് 2 ഏപ്രൺ ഇങ്ങനെ സെറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. കേട്ടോ, ഇതുപോലത്തെ ഫോട്ടോ കൊടുക്കാം. അങ്ങനത്തെ ഒരു ഏപ്രൺ കൂടിയാണ് ഇത്. 2 ഏപ്രൺ ആയിരുന്നു. ടാഗ് ചെയ്ത് കൊടുക്കാം. ഇത് കേട്ടോ. കത്തി ഇവിടെ വെച്ചപ്പോ തന്നെ ഇതിപ്പോ ഒട്ടിക്കണ്ടാവും. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ കത്തി ഇങ്ങനെ വെച്ചാൽ കത്തി ഇങ്ങനെ നിൽക്കും. വാളിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. ഇതിലാണ് ഈ സാധനം. ഓക്കെ, നല്ലൊരു പ്രിന്റ് തന്നെ. ഡ്രസ്സ് കുറെ ഉണ്ട്. മച്ചി കുറെ സെറ്റ് വെക്കണം. എന്താ തുണിയായിരിക്കും മച്ചി തുണിയാണ് വിചാരിക്കുന്നത്. ചവിട്ടിയാണ് കേട്ടോ. ആക്ച്വലി നമ്മളിങ്ങനെ നിലത്ത് ഇങ്ങനെ ഇടുന്ന കാണിച്ചിട്ടിട്ട് കാണിച്ചുതരാം. 2 പീസ് ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു കുഞ്ഞു പീസും ഇങ്ങനെ ഒരു നീളുള്ള പീസും ഇങ്ങനെ ഇട്ടിട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സാധനങ്ങൾ കേട്ടോ. നമുക്ക് ഇതൊന്ന് വെക്കാം ഇവിടെ ഭാഗത്ത്. അപ്പോൾ ഇത് മീഷോന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ്സ്. അപ്പോൾ ടാഗ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കംപ്ലീറ്റ് ലിങ്കും ഞാൻ കൊടുക്കാം കേട്ടോ, ഓരോന്നിനും പേര് എഴുതിയിട്ട്. അപ്പോൾ നിങ്ങളത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് മീഷോയിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ കാണിച്ച സാധനങ്ങളെല്ലാം യൂസ്ഫുള്ളും ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് കേട്ടോ. അപ്പം വേണമെങ്കിൽ വാങ്ങിച്ചു നോക്കുക. ഇനിയിപ്പം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മീഷോയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ അതിൽ വേറെയും കാണാം. പിന്നെ എന്താ വെച്ചാൽ പ്രൈസ് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും. അതിനനുസരിച്ചിട്ടുള്ളൊരു ക്വാളിറ്റി എന്തായാലും ഈ പ്രൊഡക്ട്സിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് ടു നമ്മളുടെ പഴയ വീഡിയോയിലേക്ക് പോവാം. അതായത് ആദ്യം കാണിച്ച ഭാഗത്തേക്ക്. ഇന്ന് രാത്രി ഞാൻ പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കും തോന്നുന്നില്ല. വേറെ കുറച്ച് വർക്കുകളായിട്ട് തിരക്കായി പോയി. അപ്പോൾ എന്നാലും ബർഗർ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയായിരുന്നു ബർഗർ. അപ്പോൾ ഇന്ന് ഞാൻ പാറ്റീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിത് എണ്ണയിൽ പൊരിച്ചിട്ടാണ് കേട്ടോ ബർഗർ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് എയർ ഫ്രൈ ചെയ്തു. അതായിരുന്നു കുറച്ചുകൂടി അടിപൊളി. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ ഫുട്ബോൾ കളിച്ചപ്പോ ഞാൻ തോറ്റു. 2-1 ബസ് കളിക്കാറുണ്ടാ ഞങ്ങൾ വിളിച്ചു പോവാം. ശുഭദിനം. കുറെ ദിവസമായി ഞാനിവിടെ തട്ടിപ്പ് ബർഗർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പാറ്റീസ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. ഇല്ല, നീ സെറ്റ് ആക്കണം. അപ്പൊ വാപ്പൊന്ന് ബണ്ണ് മേടിച്ചപ്പോ വീണ്ടും ഇല്ലെന്നൊരു വാപ്പ പിന്നെ പോയി തിരിച്ചു കൊണ്ടുകൊടുക്കും. പിന്നെ മമ്മ പിന്നെ എല്ലാ സാധനം മേടിച്ചിട്ട് കയ്യിൽ പോയി. പിന്നെ ആണ് വിചാരിച്ചു മമ്മ അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് വെറുതെ കഴിക്കില്ല അമ്മ, അത് വെറുതെ കഴിക്കാൻ പറ്റൂല കേട്ടോ. ഞങ്ങളിപ്പോ ഫ്രണ്ട്സിലാക്കി. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എക്സാം അല്ലേ? നിങ്ങൾക്ക് എക്സാം ഉണ്ടാ പഠിക്കാണ്ട് മതി, പക്ഷെ പഠിക്കണം എന്തായാലും. സൺഡേ മിസ്സിന് ഞാൻ ലിങ്ക് ഇതിട്ട് അയച്ചു കൊടുക്കും ഈ വീഡിയോ. മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് മസ്റ്റ് വാച്ച്
നാളെ അസുട്ടന്റെ ബർത്ത്ഡേ. എന്താ ചെറിയ കുട്ടിയാണ്. ഈ ചെക്കൻ ഒരു കുട്ടീന്റെ പോലെ, പക്ഷെ കണ്ടില്ല. അവര് എന്നെക്കാളും ഹൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈറ്റിന് ബോഡി ഷേമിങ് ചെയ്തു ഗൈസ്. നോ നോ മമ്മനെ കളിയാക്കി എന്റെ ബോഡി ഷേമിങ് ചെയ്തു, ഞാൻ ഹൈറ്റ് ഇല്ലാന്ന്. അപ്പൊ ഞാൻ പറയായിരുന്നു നമ്മളെ ഹൈറ്റ് ഒക്കെ നമുക്ക് തരുന്നത് പഠിച്ചോളാം, എത്ര ഉയരം തരുന്നു. അല്ലാണ്ട് നിന്റെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല. അല്ലല്ലോ, കഴിവ് കൊണ്ട് നമ്മൾ വളരുന്നുണ്ടോ എന്നുള്ളടത്താണ്. ചീസ് കവർ മമ്മി ആ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ ബണ്ണ് കുറച്ച് ചെറുതാത്ത കേസ് ഞങ്ങൾക്ക് കിട്ടും. കാരണം ഇത് സ്വീറ്റ് ബണ്ണാ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഓവനിൽ വെച്ചിട്ടെടുക്കാം കേട്ടോ. ഒന്ന് റോ ചീസ് കഴിക്കില്ല, വയറ് വേനിക്കും. എന്താ പിന്നിൽ ബാക്കി പങ്ക് കൂടി ഉണ്ടാക്കാനാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വ്ളോഗിലെ വിശേഷം. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്ന അടിപൊളി ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.